കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്കാണ്. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ BN ഹസ്കർ ഈ ചർച്ചയിൽ ആമുഖമായി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ LDFന്റെ ഒരു ജനസ്വീകാര്യതയിൽ വിറളി പൂണ്ടിരിക്കുകയാണ് BJPയും കോൺഗ്രസും എന്ന്. അപ്പോൾ BJP അക്കാര്യത്തിൽ കൃത്യമായ മറുപടി ഹസ്കറിന് നൽകിക്കഴിഞ്ഞു. കോൺഗ്രസിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? നിങ്ങൾ ഇങ്ങനെ CPMനെ പേടിച്ച്, ഇടതുപക്ഷത്തെ പേടിച്ചാണ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് എന്നാണ് BN ഹസ്കർ പറയുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഹസ്കറുമായിട്ട് തർക്കിച്ച് ഈ ചർച്ചയുടെ മൂല്യം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ചെറുതാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് ആണ് കേരളത്തിലെ 1253 വരുന്ന ക്ഷേത്രങ്ങളുടെ നിയന്ത്രണ ചുമതല വഹിക്കുന്നത്. അതിൽ സർവ്വ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അയ്യപ്പനെ ദർശിക്കാൻ അവസരമുണ്ട്. ശബരിമലയിൽ എല്ലാ ക്ഷേത്രത്തിലും എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും പോകാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു മതസ്ഥാപനമാണ്. മതേതരത്വം ഭരണഘടനയിലുണ്ട്. മതേതരത്വം നമ്മൾ പ്രസംഗിക്കും. ശബരിമല എന്ന് പറയുന്ന ഒരു മതനിരപേക്ഷതയൊക്കെ ഉയർത്തുന്ന സന്നിധാനമാണ്. ആ കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ തുടക്കം ചിത്രനാൾ മഹാരാജാവ് ഇന്ത്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭൂമികൾ ഇന്ന് കാണുന്ന രാജാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളും അനുബന്ധമായിട്ട് ഒരുപാട് കെട്ടിടങ്ങളും ഭൂമികളുമൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രത്യേകമായ നിർദ്ദേശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ദേവസ്വം ബോർഡ് മെമ്പറാകുന്നത് ഹിന്ദു MLAമാർ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ മെമ്പറാകാൻ കഴിയൂ. ഹിന്ദുക്കൾക്ക് മാത്രമേ മെമ്പറാകാൻ കഴിയൂ. ആ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന നിയമനങ്ങൾ നടത്തുന്നത് PSC അല്ല, ദേവസ്വം ബോർഡാണ്. എന്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പിലേക്കും PSC ജോലിക്ക് ആളെ എടുക്കുമ്പോൾ ദേവസ്വം ബോർഡിന് പ്രത്യേകം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇതൊരു മതസ്ഥാപനമാണ്, വളരെ കൃത്യമാണ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ആചാരവും അനുഷ്ഠാനവും ഉണ്ട്. ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് നാനാജാതി മതസ്ഥർക്ക് വരാൻ കഴിയുന്ന നല്ലൊരിടമാണ്. ആ ഇടത്ത് എല്ലാവരും വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അവിടെ ഒരു ഗവൺമെൻറ് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ഈ ഗവൺമെൻറ്റിന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ കോലാഹലങ്ങളല്ലല്ലോ നടത്തേണ്ടത്. ഇവർക്ക് നടത്താൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, ഒരു വർഷം കേരള ഗവൺമെൻറ്റിന് ശബരിമലയുടെ പേരിൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ശബരിമലയിൽ ദേവസ്വം ബോർഡിന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ശബരിമലയിൽ ഒരു സീസൺ നടന്നാൽ നേരിട്ടുമല്ലാതെയും എന്ന് പറഞ്ഞാൽ KSRTC സർവീസ്, അവിടെ വിൽക്കുന്ന ഒരു തോർത്ത് മുതൽ ഒരു തീപ്പെട്ടിക്കൂട് വരെയുള്ള സാധന സാമഗ്രികൾ, അവിടെ വരുന്ന ഹോട്ടൽ ബില്ല്, അതുപോലെ തന്നെ റൂം എടുക്കുന്ന ആളുകൾ, വണ്ടി വിളിച്ചു വരുന്ന ആളുകൾ, പെട്രോൾ അടിച്ചു വരുന്ന ആളുകൾ, അങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെ പ്രതിവർഷം 2500 കോടി രൂപ വരുമാനം കേരള ഗവൺമെൻറ് കിട്ടുന്നതിനിടയാക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ശബരിമല. മനസ്സിലായല്ലോ? 2500 കോടി രൂപയാണ് പ്രതിവർഷം വരുമാനം. ദേവസ്വം ബോർഡിന് ശബരിമല ഭക്തർക്ക് വെള്ളം ആവശ്യമുണ്ട്. വെള്ളം കൊടുക്കുന്നതിൽ എവിടെങ്കിലും സൗജന്യം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ? വാട്ടർ അതോറിറ്റി കൊടുക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി ശബരിമലയിൽ ആവശ്യമാണ്. അതിൻ്റെ കറണ്ട് ചാർജിൽ എന്തെങ്കിലും ഒരു ഇളവ് ഈ സർക്കാർ കൊടുക്കുന്നുണ്ടോ? ദേവസ്വം ഭൂമി സർക്കാർ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 82 ലക്ഷം രൂപ പണ്ട് കൊടുക്കണമായിരുന്നു. ആദ്യം 48 പിന്നീട് വന്ന ഗവൺമെൻറ് അത് 82 വർദ്ധിപ്പിച്ചു. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് 2016 വന്നതിന് ശേഷം അവർ പ്രഖ്യാപിച്ചു. എന്താ അവർ പ്രഖ്യാപിച്ചത്? അവർ പ്രഖ്യാപിച്ചു 82 ലക്ഷം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് സർക്കാർ ദേവസ്വം ബോർഡ് ഭൂമി ഉപയോഗിക്കുന്നതിൽ 10 കോടി രൂപ കൊടുക്കുന്നു. പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല, പറഞ്ഞത് വേറെ ഏതെങ്കിലും പാർട്ടിക്കാരല്ല. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പറഞ്ഞത്. ദേവസ്വം ഭൂമി ഉപയോഗിക്കുന്നതിന് ദേവസ്വം ബോർഡിന് 10 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിനോടും ശബരിമലയോടും സ്നേഹമുണ്ടെങ്കിൽ ആ 10 കോടിയിൽ 100 രൂപയെങ്കിലും കൊടുക്കണ്ടേ? കൊടുത്തോ? ഇനി വേറൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുക, ഞാൻ പല ചർച്ചകളിലും പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു. കാസർഗോഡ് മുതൽ ഇപ്പോൾ വികസന പ്രവർത്തനം നടക്കുകയാണ് ദേശീയപാതയുടെ. അതിൽ തുറവൂർ മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗങ്ങളിൽ ദേവസ്വം ഭൂമി, ദേവസ്വം കാണിക്ക മണ്ഡപങ്ങൾ, ദേവസ്വം ആർച്ചുകൾ, ദേവസ്വം കെട്ടിടങ്ങൾ പൊളിച്ച ഇനത്തിൽ 130 കോടി രൂപയാണ് കേരള ഗവൺമെൻറ് ദേവസ്വം ബോർഡിന് കൊടുക്കാതെ ധനകാര്യ വകുപ്പ് കൈപ്പറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 3 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടു.
ഈ പറയുന്ന കോമ്പൻസേഷൻ കിട്ടിയ 130 കോടി രൂപയുടെ അവകാശം ദേവസ്വം ബോർഡിനാണെന്നും ഇത് സർക്കാർ എടുക്കാൻ പാടില്ല എന്നും കൊടുക്കണമെന്നും പറഞ്ഞു. ഇന്ന് ഈ ചർച്ച നടക്കുന്നത് 10-ാം തീയതിയാണ്. ഒരു വർഷം കഴിഞ്ഞ് 7 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. കൊടുത്തോ 130 കോടി രൂപ? കൊടുത്തോ? നമ്മൾ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് പ്രതിബദ്ധതയെ നമ്മൾ കാണുന്നത്? ഭക്തർക്ക് വേണ്ടി അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ട പണമാണ്, ശബരിമലയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പണമാണ് 130 കോടി രൂപ. കൊടുത്തോ? ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനം, തറയിൽ അവർ കിടക്കും, ഒരു വിരിയുമില്ലാതെ കിടന്നുറങ്ങാൻ തയ്യാറാ. ഇരിക്കുന്ന എടുത്ത് ഉള്ള ഒരാൾക്കിരിക്കാനുള്ള പിന്നെ അളവിലിരുന്ന സ്ഥലത്തിരുന്ന് ആളുകൾ ഉറങ്ങാൻ തയ്യാറാ, കിടക്കാൻ തയ്യാറാ, പട്ടിണി കിടക്കാൻ തയ്യാറാ അവിടെ വരുന്ന ഭക്തന്മാർ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കാര്യമാണ്. എന്താണ്? സാനിറ്റേഷൻ സൗകര്യങ്ങൾ, മലമൂത്ര വിസർജ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുന്നതിന് വേണ്ടി ഈ വർഷം വെച്ചിരിക്കുന്ന 4.5 കോടി രൂപയാണ്. 4.5 കോടി രൂപ. പകുതി തുക ദേവസ്വം ബോർഡ് മുടക്കണം, പകുതി തുക സർക്കാർ മുടക്കാമെന്ന് പറഞ്ഞു. 100 രൂപ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? 100 രൂപ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത്, സർക്കാരിൻ്റെ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ 10 കോടി കൊടുക്കേണ്ടതിൽ 100 കൊടുത്തോ. ഈ സാനിറ്റേഷൻ സൗകര്യത്തിന് 4.5 കോടി ചിലവാകുന്നതിൽ 2.25 കോടി കൊടുക്കേണ്ടതിൽ 100 രൂപ കൊടുത്തോ. ദേവസ്വം ബോർഡിന്റെ വസ്തു ദേശീയപാത കോൺഗ്രസ് ഇപ്പോൾ സംസാരിക്കുന്നത് അയ്യപ്പ ഭക്തർക്ക് ഉണ്ടാകേണ്ട സൗകര്യങ്ങളെ കുറിച്ചാണ്. ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം, ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ് ഞാൻ അങ്ങേലേക്ക് വരാം. വളരെ കുറച്ച് സമയമേ ഇനി നമ്മുടെ മുന്നിലുള്ള, അതുകൊണ്ടാണ് ശ്രീ അനിൽ ബോസ് നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നുണ്ട്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഒരു സമരം നടത്താൻ, ഒരു പ്രക്ഷോഭം നടത്താൻ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി, യഥാർത്ഥ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി രാഷ്ട്രീയമായി നിലകൊള്ളാൻ നിങ്ങൾക്കിപ്പോൾ കഴിയുമോ? അങ്ങനെ ആലോചിക്കുന്നുണ്ടോ കോൺഗ്രസ്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, വളരെ കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട, വിശ്വാസ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അന്ന് BJP പറഞ്ഞത്, ഗോപാലകൃഷ്ണൻ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തിട്ട് ഞാനതിൽ തൊടാതിരുന്നത് ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറ്റാതെ വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു ചർച്ചയായി പോകട്ടെ എന്ന് കരുതിയാണ്. വീണ്ടും എന്നോട് ചോദിച്ചുകൊണ്ടാണ്, നീലിമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രീധരൻപിള്ളയുടെ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ, ശബരിമലയിൽ ഇതാ ഒരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസ് പറയുന്ന പാർട്ടിയല്ല. ഒന്ന്, നവോത്ഥാന സമിതി ഉണ്ടാക്കി. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, 50 കോടി രൂപ നീക്കിവെച്ച് ഈ നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി, പുരുഷവേഷം കെട്ടിച്ച് സ്ത്രീകളെ പാതിരാവിൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി നിയമവിരുദ്ധ സന്ദർശനം നടത്തി ദർശനത്തിന് അവസരം കൊടുത്ത് വിശ്വാസ സമൂഹത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും വെല്ലുവിളിച്ചവരാണിവർ. ഞാൻ ചോദിച്ചല്ലോ, ഹസ്കർ പറയുന്നു പഴയതൊന്നും ചർച്ച ചെയ്യണ്ട. ഞാൻ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞു, നീലിമ, സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് സ്ത്രീ പ്രവേശനത്തിന്, അത് ആരും സ്റ്റേ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന നവോത്ഥാനമാണെങ്കിൽ നിങ്ങൾ ഈ ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമായി കോടതി പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യം, പ്രയാർ ഗോപാലകൃഷ്ണനാണ് അത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയത്. ഇടതുപക്ഷ അങ്ങനെ പ്രയാർ നിങ്ങളുടെ നേതാവായിരുന്നല്ലോ, അത്തരത്തിലൊരു നിലപാടെടുത്തതുകൊണ്ട് യുവതി പ്രവേശനം ആകാമെന്നുള്ള രീതിയിൽ ഒരു കാര്യം ആ സത്യവാങ്മൂലം തിരുത്താനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കോൺഗ്രസും അത്തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു സമയമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഗൗരവമായ ആരോപണം ഉന്നയിക്കുമ്പോൾ വലിച്ചു നീട്ടി കൊണ്ടുപോകരുത്. നിങ്ങൾ സമയമില്ലെന്ന് പറയുകയും അതിഗുരുതരമായ ഒരു ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുകയാണ്. അതിഗുരുതരമായ ആക്ഷേപം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി സത്യവാങ്മൂലം കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര്, ഗവൺമെന്റിന്റെ പേര് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് എന്നാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്. അത് മാറ്റിക്കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. സ്ത്രീ പ്രവേശനം പാടില്ല എന്ന് അഫിഡവിറ്റ് കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. അത് വസ്തുതയായിരിക്കെ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഗവൺമെന്റ് പോളിസിയാണ്. നടക്കില്ല. നീലിമ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട്
ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അഫിഡവിറ്റ് കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല കേരള ഗവൺമെന്റിന്റെ തീരുമാനം എടുക്കുന്ന ക്യാബിനറ്റിനെ നിയന്ത്രിക്കുന്നത്. ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും മുകളിലിരിക്കുന്ന ബോഡി എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റാണ്. ഗവൺമെന്റാണ് അഫിഡവിറ്റ് കൊടുക്കുന്നത്. ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് എന്ത് അഫിഡവിറ്റ് വേണമെന്ന്. VS അച്യുതാനന്ദനാണ് സ്ത്രീ പ്രവേശനം വേണമെന്ന് അഫിഡവിറ്റ് കൊടുത്തത്. വേണ്ടെന്ന് അഫിഡവിറ്റ് കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഇപ്പോൾ വേണമെന്ന് വീണ്ടും കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. മനസ്സിലായില്ലേ? അവിടെയാണ് കോൺഗ്രസ് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി കൊടുത്ത അഫിഡവിറ്റ് തിരുത്തി സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി അഫിഡവിറ്റ് കൊടുത്ത സർക്കാർ പിണറായി വിജയൻ സർക്കാരാണ്. അല്ലാതെ പ്രശാന്തും പ്രയാർ ഗോപാലകൃഷ്ണനും അല്ല. മനസ്സിലായില്ലേ? കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞു വേണം ആക്ഷേപം ഉന്നയിക്കാൻ, ചർച്ച നിയന്ത്രിക്കാൻ. മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞതല്ല. ഇന്ന് PS പ്രശാന്ത് പറഞ്ഞ കാര്യം, PS പ്രശാന്ത് പറഞ്ഞ കാര്യം, പ്രയാർ ഗോപാലകൃഷ്ണൻ താങ്കളുടെ നേതാവായതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അത് പോട്ടെ. ഇപ്പോൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഒരു നിലപാട് UDF എടുക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രക്ഷോഭം നടത്താൻ UDF തയ്യാറാകുമോ, കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളോട് ഞാൻ വളരെ സൗമനസ്യത്തോടു കൂടി നീലിമ എന്നെ ക്ഷണിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഇത് 4ാം കിട ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. BJP പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ സുവർണാവസരമാണെന്ന് കണ്ട് ഒരു വിശ്വാസ സമൂഹത്തിന്റെ കേന്ദ്രമായ, ആത്മീയ കേന്ദ്രമായ ശബരിമലയിൽ രാഷ്ട്രീയ സമരം നടത്തുക എന്ന് പറയുന്നത് നിങ്ങൾ അതിനുന്നയിക്കുന്ന ആരോപണങ്ങൾ, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഖണ്ഡിക്കാനുള്ള സ്വാതന്ത്ര്യവും അങ്ങേക്കുണ്ട്. പ്രതിഷേധം ഉണ്ടായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഖണ്ഡിക്കാനുള്ള സ്വാതന്ത്ര്യവും അങ്ങേക്കുണ്ട്. കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഓക്കെ, അല്ല അത് ഞാനിപ്പോൾ അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യം, അതിനൊന്ന് താങ്കൾ മറുപടി പറയൂ. അതിനൊന്ന് താങ്കൾ മറുപടി പറയൂ. ഈ സംഗമത്തെ എതിർത്തുകൊണ്ട് ഒരു സമരം നടത്താൻ, ഇത് ഭക്തർക്ക് അനുകൂലമായ, ഭക്തരുടെ ഒരു താല്പര്യവും മുൻനിർത്തിക്കൊണ്ടുള്ള ഒന്നല്ല എന്ന് UDFന് വളരെ കൃത്യമായ ബോധ്യമുണ്ടല്ലോ. ആ രീതിയിലാണല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പ്രതികരണമുണ്ടായത്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ നിങ്ങൾ വളരെ ശക്തിയുള്ളൊരു പ്രതിപക്ഷമല്ലേ? ആ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഒന്ന് എടുത്തുകൂടെ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കലം തല്ലി പൊട്ടിക്കുന്നതാണോ പ്രതിപക്ഷം? വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതാണോ പ്രതിപക്ഷം? എല്ലാ ആളുകളും ഒരു ആത്മീയ കേന്ദ്രമായി കരുതുന്ന ഒരു സ്ഥലത്ത് വന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുന്നതാണോ? അതാണോ പ്രതിപക്ഷം എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ BJPയുടെ സമീപനമില്ല, ഞങ്ങൾ CPMന്റെ സമീപനമില്ല. ഞങ്ങൾ ഒരു ആത്മീയ കേന്ദ്രത്തെയും രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നിലപാട് പറയും, സഭയ്ക്കകത്ത് പറയും, സഭയ്ക്ക് പുറത്ത് പറയും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് നിങ്ങൾ കേട്ടില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ സ്ത്രീ പ്രവേശനം വിലക്കിക്കൊണ്ട് കൊടുത്ത അഫിഡവിറ്റ് മാറ്റി കൊടുത്തത് പിണറായി വിജയൻ തിരുത്താൻ തയ്യാറുണ്ടോ? മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ?